അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവശക്തനായ അള്ളാഹു നമുക്ക് ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, പരീക്ഷണവുമാണ് നമ്മുടെ മക്കൾ, അല്ലേ? മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഉപ്പമാരും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല, അല്ലേ? എല്ലാ മാതാപിതാക്കൾക്കും മക്കളെക്കുറിച്ചുള്ള സ്വപ്നം, അവർ ഞങ്ങൾക്ക് തണലായി മാറണം, അവർ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സന്തോഷം നൽകണം എന്നൊക്കെ ആയിരിക്കും, അല്ലേ? നമ്മുടെ മക്കളുടെ തലയ്ക്ക് കൈവച്ച് മന്ത്രിക്കാൻ പറ്റിയ കുറേ ഇസ്മുകളുണ്ട്. പക്ഷേ ചില വികൃതി കൂടിയ കുട്ടികളാണെങ്കിലും നമുക്കത് സമ്മതിച്ച് തരില്ല, അല്ലേ? അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇപ്പോൾ നമ്മുടെ മക്കൾ ഹറാമിലേക്ക് പോകുന്നവരുണ്ട്. മാതാപിതാക്കളെ വഴക്ക് പറയുന്ന, തല്ലുന്ന മക്കൾ, മോശം വാക്കുകൾ പറയുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെല്ലുന്നതിന് വേണ്ടി മാതാപിതാക്കൾക്ക് മുന്നിൽ നിന്നു കൊടുക്കാറില്ല ചില മക്കളല്ലേ. ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുക പോലും ചെയ്യാത്ത, കണ്ടാൽ ഒഴിഞ്ഞു മാറി നടക്കുന്ന മക്കൾ, ഏതു സമയവും ഫോണുമായി മാത്രം റൂമിലിരിക്കുന്ന മക്കൾ. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഇസ്മ ചൊല്ലിയാൽ മക്കൾ നല്ലവരാകും, അവരുടെ സ്വഭാവം നന്നാകും, അനുസരണ ഉണ്ടാകും, ഹറാമിൽ നിന്ന് രക്ഷപ്പെടും, സന്മാർഗത്തിലാകും. ഏറ്റവും ഈസി ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും എഫക്റ്റീവും ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എത്ര പറഞ്ഞാൽ കേൾക്കാത്ത മക്കളാണെങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തവരായിട്ടും ഉണ്ടാകില്ല, അല്ലേ? ഉമ്മമാർ ചെയ്യേണ്ടത്, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് യാ മുഹസി യാ അല്ലാ, യാ മുഹസി യാ അല്ലാ എന്ന ഇസ്മ വെറും 20 വട്ടം ചൊല്ലി ഭക്ഷണത്തിൽ മന്ത്രിച്ചു കൊടുക്കുക. 20 വട്ടം ചൊല്ലി തീർക്കാൻ വളരെ കുറച്ച് സെക്കൻഡ് മാത്രം മതി. ഇതുപോലെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ ഇസ്മ മന്ത്രിച്ചു കൊടുത്താൽ ആ മക്കളെയും നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഇസ്മ പറഞ്ഞുകൊണ്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. എല്ലാ കാര്യങ്ങളും തിരുത്തുവാനും സർവ്വതും നന്മയിലേക്ക് കൊണ്ടുവരാനും റബ്ബിന് മാത്രമേ കഴിയൂ. എല്ലാം നിയന്ത്രിക്കുന്നവനും അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് മക്കളിൽ നല്ല മാറ്റം ഉണ്ടാകുവാൻ ഈ ഇസ്മ സഹായിക്കും. ഈ ഇസ്മിൻ്റെ അർത്ഥം എല്ലാം കണക്ക് കൂട്ടുന്നവൻ, എല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നവൻ എന്നാണ്. സർവകാര്യങ്ങളും നിശ്ചയിക്കുന്നവനും ഉറപ്പുവരുത്തുന്നവനും സർവശക്തനായ ഇലാഹ് മാത്രമാണ്.